Okay, now we can see another topic, free consent. Free consent is another essential element of a valid contract. There should have free consent of the parties, or the parties should agree upon the same thing in the same sense. It can be expressed as another essential element of valid contract, as you already know, that is consensus ad idem or identity of mind. ഈ ഫ്രീ കൺസെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി ആരും ഫോഴ്സ്ഫുള്ളി എൻകറേജ് ചെയ്തതാവാൻ പാടില്ല. അവരുടെ ഫ്രീ ആയിട്ടുള്ള അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. അതാണ് ഫ്രീ കൺസെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കോൺട്രാക്ട് ഈസ് വാലിഡ് ആൻഡ് എൻഫോഴ്സിബിൾ ഓൺലി ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് ഫ്രീ കൺസെൻ്റ് ഓഫ് പാർട്ടീസ്. സെക്ഷൻ 10 ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 10 ഫ്രീ കൺസെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരാളെ ഫോഴ്സ്ഫുള്ളി ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ടാവാൻ പാടില്ല അവർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഇനി ഒരു പാർട്ടിയുടെ എഗ്രിമെൻറ്റ് ഓർ വിൽ ഈസ് ഫോഴ്സ്ഫുള്ളി വൺ പാർട്ടി ഈസ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് ഫോഴ്സ്ഫുള്ളി എന്ന് പറയുന്നെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കാം. കൊയേർഷൻ ഉണ്ടാവാം, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം, ഫ്രോഡ് ഉണ്ടാവാം, മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടാവാം, മിസ്റ്റേക്ക് ഉണ്ടാവാം. ഈ 5 റീസൺ കൊണ്ടാവാം അവർ ഫ്രീ കൺസെൻറ്റ് അല്ല എന്ന് പറയുന്നത്. ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന പാർട്ടീസ് അവരുടെ വില്ല് ഫ്രീ ആയിരുന്നില്ല എന്ന് പറയുന്നത് ഈ 5 റീസൺ കൊണ്ട് ആവാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് കൊയേർഷൻ എന്ന് പറയുന്നത്. കൊയേർഷൻ്റെ മീനിങ് ഫോഴ്സിബിളി കമ്പല്ലിങ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി ഒരു പാർട്ടിയെ ഫോഴ്സ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കൊയേർഷൻ. സെക്ഷൻ 15 കൊയേർഷനെ കുറിച്ച് പറയുന്നത്. Coercion is committing or threatening to commit any act forbidden by Indian Penal Code, or the unlawful detaining or threatening to detain any property to the prejudice of any person. അതാണ് coercion എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ ആവാം, അല്ലെങ്കിൽ അൺലോഫുള്ളായിട്ട് അവരുടെ പ്രോപ്പർട്ടി, ഒരു പാർട്ടിയുടെ പ്രോപ്പർട്ടി കൈവശപ്പെടുത്തി വെക്കുക, അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ കൈവശപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കൊയേർഷൻ എന്ന് പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്. ആ പാർട്ടിയുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് കൊയേർഷൻ എന്ന് പറയുന്നത്. കൊയേർഷൻ വാലിഡ് ആവണമെങ്കിൽ അല്ലെ ഏതൊക്കെ ആക്ടുകളെയാണ് കൊയേർഷൻ, എന്തെല്ലാം ആക്ടിവിറ്റീസിനെയാണ് കൊയേർഷൻ എന്ന് പറയുന്നതെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കമ്മിറ്റിംഗ് ഓഫ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിൽ എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ത്രെറ്റനിങ് ടു കമ്മിറ്റ്, അത് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലും അത് കൊയേർഷനാണ്. അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രെറ്റനിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് intention to enter into, with an intention to enter into contract. വെറുതെ ചെയ്താൽ അത് കൊയേർഷൻ ആവത്തില്ല, അത് വേറെ ക്രിമിനൽ ആക്ട് ആവും. ഇത് കൊയേർഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിനുണ്ടറിൽ വരണമെങ്കിൽ ഇത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തുന്നതാണെങ്കിൽ അത് കൊയേർഷൻ എന്ന് പറയും. IPC may or may not be in force. The act of coercion may be initiated by any person. ആർക്ക് വേണമെങ്കിലും കൊയേർഷൻ ചെയ്യാം. ഒരു പാർട്ടീസിൽ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ആ 2 പാർട്ടീസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തണമെന്നില്ല. അതിലുള്ള ഒരാൾ തന്നെ ഭീഷണിപ്പെടുത്തണമെന്നില്ല. ഒരു ഗുണ്ടയെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയാലും അത് കൊയേർഷൻ പറയാം. മേ ബി ബൈ വേ ഓഫ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, അതും കൊയേർഷൻ. സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും കൊയേർഷനാണ്. മേ നോട്ട് ബി ബൈ വേ ഓഫ് ത്രെറ്റ് ടു ഫയൽ എ സ്യൂട്ട്, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് കൊയേർഷനായിട്ട് വരാൻ സാധ്യതയില്ല. പക്ഷേ കള്ളക്കേസ് കൊടുക്കും എന്ന് പറയുന്നത് കൊയേർഷൻ ആവാം. ഇനി കൊയേർഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഈസ് വോയിഡബിൾ, അതാണ് കൊയേർഷൻ്റെ എഫക്റ്റ്. ദ കോൺട്രാക്റ്റ് ഈസ് വോയിഡബിൾ മീൻസ് ആഫ്റ്റർ സം ടൈംസ് ഇത് മനസ്സിലായി, ഇങ്ങനെ ഒരു പാർട്ടി കൊയേർഷനിലൂടെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതാണ്, പക്ഷേ അയാൾക്ക് സമ്മതമാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് മാറി വാലിഡ് കോൺട്രാക്റ്റ് ആവാനും പറ്റും. അതാണ് വോയിഡബിൾ എന്ന് പറയാൻ കാര്യം. നൗ ഇറ്റ് ഈസ് നോട്ട് വാലിഡ്, വോയിഡബിൾ. നെക്സ്റ്റ് ഈസ് ഡ്യൂറസ് ആൻഡ് കൊയേർഷൻ. ഡ്യൂറസ് എന്ന് പറയുന്ന ഒരു ടേമാണ്, എക്സാമിന് വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. ഡ്യൂറസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കൊയേർഷൻ്റെ ഇംഗ്ലണ്ടിലുള്ള വേർഡ് യൂസ് ചെയ്യുന്ന വേർഡാണ് ഡ്യൂറസ്. ഇവിടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന കൊയേർഷൻ ചെറിയ ഡിഫറൻസ് ഉണ്ട്. കൊയേർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് വൈഡർ ദാൻ ഡ്യൂറസ്. ആൻഡ് ആർക്ക് വേണമെങ്കിലും, സ്ട്രേഞ്ചറിന് വേണമെങ്കിലും കൊയേർഷൻ ചെയ്യാം, അത് ഗുണ്ടയ്ക്ക് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന പോലെ സ്ട്രേഞ്ചറിന് വേണമെങ്കിലും ചെയ്യാം. മറ്റേത് ആ പാർട്ടിയുമായിട്ട്, ആ പാർട്ടീസിന് തന്നെ, അതായത് അവരുമായിട്ട് നിയർ റിലേഷൻ ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ
പാടുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് അൺലോഫുൾ ഡീറ്റെയിൻ ഓർ ത്രെറ്റനിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി. ഇന്ത്യൻ ലോയിൽ പറയുന്ന ഡീറ്റെയിനിങ് പ്രോപ്പർട്ടി കൈവശം വെക്കുന്നത് ഈ കേസ് ഡ്യൂറസിൻ്റെ കേസിൽ വരില്ല. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്യൂറസ് ആൻഡ് coercion. Next is undue influence. Undue influence means unfair use of one's superior power over the other. അവിടെ ഒരാളിൻ്റെ എബിലിറ്റി മീൻസ് പൊസിഷൻ. ഒരു പാർട്ടി ഡോമിനേറ്റിംഗ് പൊസിഷനിലായിരിക്കാം, അടുത്ത പാർട്ടി വീക്കർ പൊസിഷനിലായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഡോമിനേറ്റിംഗ് പവർ യൂസ് ചെയ്ത് മറ്റേ ആളിനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ നിർബന്ധിക്കുന്നതിനാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 16(1) A contract is said to be induced by undue influence where the relations subsisting between the parties are such that one of the parties is in a position to dominate the will of the other. അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, ഇങ്ങനെയുള്ള റിലേഷൻസ് ഉള്ള സിറ്റുവേഷൻ മാത്രമേ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയത്തുള്ളൂ. വൺ ഓഫ് ദ പാർട്ടി ക്യാൻ ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദ അതർ പാർട്ടി, then only it can be said that undue influence. Next is essentials of undue influence. Undue influence പറയുമ്പോൾ മെയിനായിട്ട് there is a position to one party have a position to dominate the will of the other, and dominant party must use his superior position to obtain unfair advantage over the other, and dominant party must have obtained an unfair advantage over the weaker party. ഈ വീക്കർ പാർട്ടിയുടെ മേൽ അൺഫെയർ അഡ്വാൻറ്റേജ്, വെറുതെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ, മറ്റേ ആളെ നിർബന്ധിക്കാതെ തന്നെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണെങ്കിൽ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇല്ല. ഡോമിനേറ്റിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട്, വീക്കർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും നിർബന്ധിക്കാതെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണെങ്കിൽ there is not undue influence. A contract is not made by undue influence. പക്ഷേ അങ്ങനെ യൂസ് ചെയ്ത് ചെയ്യുന്നെങ്കിൽ മാത്രമേ അവിടെ undue influence ആപ്ലിക്കബിൾ ആണ്, അതുകൊണ്ട് കോൺട്രാക്റ്റ് അവോയ്ഡബിൾ ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഏതൊക്കെ തരം റിലേഷൻഷിപ്പാണ് ഇവിടെ സാധാരണ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ജനറലായിട്ട്. അതിനെ നമുക്കൊരു 3 ഡിവൈഡ് ചെയ്യാവുന്ന റിയൽ റിലേഷൻഷിപ്പ്, അപ്പാരൻറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയും. റിയൽ റിലേഷൻഷിപ്പ് എന്ന് ചിൽഡ്രൻ, വൈഫ് ആൻഡ് ഹസ്ബൻഡ്, സിബ്ലിങ്സ് ഒക്കെ റിയൽ റിലേഷൻഷിപ്പാണ്. അപ്പാരൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓണർ ആൻഡ് സബോർഡിനേറ്റ്സ് ഓഫ് എയർ ആൻഡ് ഹൗസ്, എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഓഫ് എൻ ഓർഗനൈസേഷൻ, പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. അതുപോലെ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ്, ലോയർ ആൻഡ് ക്ലയൻറ്റ്. അവരുടെ ബിസിനസ് അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് പ്രൊഫഷണലി അവർ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്നും അങ്ങനെ ഡിവൈഡ് ചെയ്ത് മാറ്റാം. എന്തായാലും ഇങ്ങനെയുള്ള ഡോമിനൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ പ്രോബ്ലം വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വോയിഡബിൾ, ലൈക്ക് coercion. അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ എഫക്റ്റ് വോയിഡബിൾ ആണ്, അതായത് കോൺട്രാക്റ്റ് ഈസ് വോയിഡബിൾ ആണ്. After some time, the party can make it void or valid or void. Next is burden of proof of undue influence and contract with Pardhanashian women. ഒരു എക്സ്ട്രാ ഒരു പോർഷൻ ആണ്. ബർഡൻ ഓഫ് പ്രൂഫ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. പർദാനാഷ്യൻ വിമൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പുറത്തേക്ക് ഇറങ്ങാത്ത ആൾക്കാർ, അങ്ങനെ അവരുടെ വില്ല് എപ്പോഴൊക്കെയാണ്, അവരുടെ എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്, ഫ്രീ കൺസെൻറ്റോട് കൂടിയാണോ അതോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തതാണോ എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്നാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പേജ് നമ്പർ 2.74 ആൻഡ് 2.75 നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് ദ പേജ് നമ്പർ. നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ coercion ആൻഡ് undue influence. coercion എന്ന് പറയുന്നത് no need of relationship in case of coercion. That is coercion ആർക്ക് വേണമെങ്കിലും ചെയ്യാം, സ്ട്രേഞ്ചറിന് വേണമെങ്കിലും ചെയ്യാം എന്നാണ് പറയുന്നത്. undue influence എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഡോമിനൻറ്റ് പവറുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് undue influence എന്ന് പറയൂ. ഡോമിനേറ്റിംഗ് പവർ ഉണ്ടായിരിക്കണമെന്നൊന്നുമില്ല. മറ്റേത് undue influences ഡോമിനേറ്റിംഗ് പവർ ഉണ്ട് ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദ അതർ. coercionൽ ഫിസിക്കൽ ഫോഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്, അല്ലെങ്കിൽ അൺലോഫുൾ ഡീറ്റെയിനിങ് ഓഫ് സമ്മൺസ് പ്രോപ്പർട്ടി. മറ്റേത് മോറൽ പ്രഷറാണ് മെയിൻലി വരുന്നത് undue influence. ഇനിഷ്യേറ്റഡ് ബൈ ഈവൻ എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. മറ്റേത് എംപ്ലോയ്ഡ് ബൈ പാർട്ടി ഓർ നിയർ റിലേറ്റീവ്സ്. ആക്ട് ഫോർബിഡൻ ബൈ IPC. ഇൻ കേസ് ഓഫ് undue influence there is no such influence of IPC. It involves criminal act. In case of coercion it involves criminal act.
നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രീ കൺസെൻറ്റ് 4 മാർക്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ഫ്രീ കൺസെൻറ്റ്? അപ്പോൾ നമുക്ക് കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക് ഒക്കെ എഴുതാം. ബാക്കി നമ്മുടെ ഫ്രോഡ്, മിസ്റ്റേക്ക്, മിസ്റെപ്രസെൻറ്റേഷൻ അടുത്ത വീഡിയോയിൽ പറയാം. ഡിഫറൻഷിയേറ്റ് കൊയേർഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് 4 മാർക്ക് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെ 2 മാർക്ക്. നെക്സ്റ്റ് കൊയേർഷൻ മീനിങ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് മീനിങ്, ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേർഷൻ ആൻഡ് ഡ്യൂറസ് ചോദിക്കാം. വലിയ സാധ്യതയില്ല, എന്നാലും ചോദിക്കാം ചിലപ്പോൾ. നെക്സ്റ്റ് 1 മാർക്ക് ഫ്രീ കൺസെൻറ്റ്, ഡ്യൂറസ്. ഇനിയും മറ്റേ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തെ എക്സാമ്പിൾസ് വെച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പൊതുവേ സാധ്യതയില്ല. ഓക്കെ, താങ്ക് യു.